ഇന്നത്തെ പേരൻസിന്റെ ഒരു മെയിൻ കൺസേൺ ആണ് കുട്ടികളിലുള്ള ദന്ത സംരക്ഷണം. നമുക്ക് കുറച്ചെങ്കിലും അതിനെപ്പറ്റി ഒരു അറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മളൊന്ന് കെയർ കൊടുക്കുകയാണെങ്കിൽ, അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളിലെ പല്ലിന്റെ വേദനകൾ അല്ലെങ്കിൽ പല്ലിന്റെ കംപ്ലൈൻസ് നമുക്ക് ഏറ്റവും മിനിമൈസ് ചെയ്യാൻ സാധിക്കും. പലർക്കും അറിയത്തില്ല ഏത് പ്രായത്തിലാണ് കുട്ടികളെ ദന്താശുപത്രിയിൽ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്തു തുടങ്ങേണ്ടതെന്ന്. എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന് പലപ്പോഴും പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു 4 വയസ്സുള്ള കുട്ടി അവൾ തന്നെ ബ്രഷ് ചെയ്തോളും, അവൾ മിടുക്കിയായിട്ട് പല്ലേക്കുന്നത്, ആ ഒരു രീതിയിലുള്ള വർത്തമാനമാണ് പലപ്പോഴും നമ്മുടെ പേഷ്യൻസിൻ്റെ അടുത്തുനിന്ന് അവരുടെ പേരൻസിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നത്. നമ്മൾ അവരെ കൊണ്ട് തന്നെ പല്ല് ഏൽപ്പിച്ചോ, അവർ പല്ല് തേക്കുന്ന രീതികളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ടും ഒക്കെ പല്ല് തേക്കുന്ന ഒരവസ്ഥയിലാണ് വരുന്നത്. പക്ഷെ അവരുടെ വാൻ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും മെയിനായിട്ട് അവരുടെ അണപ്പല്ലുകളെല്ലാം കേടായിരിക്കും. അവർക്ക് ഒരു വശം നീര് വെച്ചിട്ടുണ്ടാവും, വന്ന് പല്ല് പോയിട്ടുണ്ടാവും. ഈ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് അവർ പിന്നെ അവരുടെ പേരൻസിന്റെ കൺസേൺ പ്രോപ്പറായിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നില്ല, അതുകൊണ്ട് ആരോഗ്യക്കുറവാണോ, കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ആണോ പല്ല് കേടാക്കുന്നതിന്റെ കാരണം. ഇതൊന്നുമല്ല പല്ല് കേടാക്കാനുള്ള കാരണം, പ്രോപ്പർ ബ്രഷിങ് ഇല്ലാത്തത് കൊണ്ടാണ്. ആ ബ്രഷിങ് രീതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് നമ്മൾ 6 മാസം മുതൽ തുടങ്ങണം. 6 മാസം, കുട്ടി ജനിച്ച 6 മാസം എന്ന് പറയുന്നത് നോർമലി 6 തൊട്ട് 8 മാസത്തിലാണ് ആ കുട്ടികളുടെ പാൽപ്പല്ലുകൾ വന്നു തുടങ്ങുന്നത്. അത് 2-2.5 വയസ്സ് വരെ വന്നുകൊണ്ടിരിക്കും. 20 പാൽപ്പല്ലുകൾ വരും. അപ്പോൾ ആ 6 മാസം മുതൽ വന്നു തുടങ്ങുന്ന പാൽപ്പല്ലുകളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പഞ്ഞി നനച്ച് തുടച്ചു കൊടുക്കുക. കാരണം 6 മാസം തൊട്ട് 8 മാസം അല്ലെങ്കിൽ 10 മാസമുള്ള പ്രായത്തിൽ നമുക്ക് പല്ല് തേപ്പിക്കാൻ സാധിക്കില്ല. ആ സമയത്ത് വേറെ ഒരു കാര്യം നമ്മുടെ സൗത്ത് ഇന്ത്യൻസിൽ കൊടുക്കുന്നവരാണ് നൈറ്റ് ഫീഡിങ്. നൈറ്റ് ഫീഡിങ്ങിന്റെ ഒരു ദോഷവശം, പല്ലുകൾ രാത്രിയിൽ കുട്ടികൾ പാല് കുടിച്ചു കഴിഞ്ഞാൽ 1-2 സിപ്പ് എടുത്തിട്ട് അവർ കിടന്നുറങ്ങിപ്പോകും. അപ്പോൾ പാലിന്റെ അംശം നാക്കിന്റെ മുകളിൽ ഇരുന്നിട്ട് മുകളിലത്തെ പല്ലുകൾ പാൽപ്പല്ലുകൾ കേടുപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഒഴിവാക്കാൻ തന്നെ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. വൺസ് മുകളിലത്തെ പല്ലുകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ, അതൊരു 9 മാസം 10 മാസം കഴിയുമ്പോൾ മുതൽ മുകളിലത്തെ പല്ലുകൾ വന്നു തുടങ്ങും. ആ സമയത്ത് നിങ്ങൾ നൈറ്റ് ഫീഡിങ് ഒഴിവാക്കുക. 10 മണിക്ക് ശേഷം ഉള്ള ഫീഡിങ് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അത്ര ഇതാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ വെള്ളം കൊടുക്കുക. സീലിംഗ് ഫാനിന്റെ അടിയിൽ കിടത്താതെ ഇരിക്കുക. കൂടുതലും സീലിംഗ് ഫാനിന്റെ അടിയിൽ കിടക്കുന്ന കുട്ടികളാണ് നൈറ്റ് ഡ്രൈ ആയിട്ട് കിടന്ന് എഴുന്നേറ്റ് കരയും ഫീഡ് ചെയ്യാനുള്ള ടെൻഡൻസി വരികയും ചെയ്യുന്നത്. അത് അവർക്ക് ദോഷമായിട്ട് വരികയും ചെയ്യും. രണ്ടാമത്തെ സംഗതി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, വൺസ് ഒരു 9 മാസം 10 മാസം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഫിംഗർ ബ്രഷ്, സിലിക്കോൺ ഫിംഗർ ബ്രഷ് അവൈലബിൾ ആണ്. ആ ഫിംഗർ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് കുട്ടികളുടെ പല്ല് തേപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ തന്നെ നമ്മുടെ നോർമൽ പീഡിയാട്രിക് അല്ല പിള്ളേരുടെ ബ്രഷ് യൂസ് ചെയ്യാൻ തുടങ്ങി അത് അവരുടെ മോണയിൽ കൊള്ളും, അതിന് വേദന വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് അവർ ബ്രഷിങ്ങിനോട് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ കാണിക്കാൻ തുടങ്ങും. നൈറ്റ് ബ്രഷിങ് അവർക്ക് ഇഷ്ടമില്ലാതെ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ തന്നെ ഫിംഗർ ബ്രഷ് യൂസ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങളുടെ കൈകളിൽ ചിലപ്പോൾ വിരലിലൊന്ന് കടിച്ചാൽ പോലും നിങ്ങൾക്ക് വേദനയില്ലാത്തൊരു സ്റ്റേജിലേക്ക് വരാൻ പറ്റും. അപ്പോൾ 1 വയസ്സ് മുതൽ കുട്ടികൾ കുലുക്കൊഴിഞ്ഞ് തുപ്പി ശീലിക്കുന്നവരെ, നോർമലി ഒരു 1.5 വയസ്സ് 1.25 വയസ്സാകുമ്പോൾ അവർ കുലുക്കൊഴിഞ്ഞ് തുപ്പാൻ ശീലിക്കും. ആ സമയം വരെ ഫിംഗർ ബ്രഷ് യൂസ് ചെയ്ത് നിങ്ങൾ രാവിലെയും വൈകിട്ടും റബ്ബ് ചെയ്ത് കൊടുക്കുക. വൺസ് കുലുക്കൊഴിഞ്ഞ് തുപ്പി ശീലിച്ച് തുടങ്ങുവാണെങ്കിൽ പേസ്റ്റ് അത് യൂസ് ചെയ്ത് തുടങ്ങാം. പേസ്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് നോർമൽ പേസ്റ്റ് തന്നെ മതി, അല്ലെങ്കിൽ ഫ്ലൂറൈഡ് കൂടുതലുള്ള കുട്ടികളുടെ പേസ്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക. അത് ഒരു ചെറുപയറിൻ്റെ അത്രയും, അതിൽ കൂടുതൽ ഒട്ടും ഉപയോഗിക്കേണ്ടതില്ല. അതങ്ങനെ നമ്മൾ ശീലിപ്പിച്ചു കൊടുക്കുക. 2 നേരം നിങ്ങൾ പേരൻസ് ബ്രഷ് ചെയ്യിച്ചു കൊടുക്കണം. 4 വയസ്സ് വരെ നിർബന്ധമായിട്ടും രാവിലെയും വൈകിട്ടും പേരൻസ് ബ്രഷ് ചെയ്യാം. വൺസ് 4 വയസ്സ് ആയ, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ അവർക്ക് അതിനോട് താല്പര്യമായി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബ്രഷിംഗ് രീതി നൈറ്റ് മാത്രം നിങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. രാവിലെ അവരോട് തന്നെ ബ്രഷ് ചെയ്യാൻ പറയും. കാരണം സ്കൂളിൽ പോകുന്നതിന് മുമ്പും ഒക്കെ ബ്രഷ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ചെയ്യും. പക്ഷെ
6 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ 4 വയസ്സ് മുതൽ നിങ്ങൾ രാത്രിയിൽ നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. 10 വയസ്സ് വരെ അങ്ങനെ തന്നെ ചെയ്യണം. എല്ലാ 3 മാസവും വൺസ് പല്ല് വന്ന് തുടങ്ങുമ്പോൾ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ ഒന്ന് കാണിക്കുന്ന എപ്പോഴും നല്ലതാണ്. കാരണം ഡെന്റിസ്റ്റിന് മാത്രമേ ഇതിന്റെ തുടക്കത്തിലുള്ള ഏതെങ്കിലും കേടുകളുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ അറിയുന്നതിന് മുമ്പ്. നിങ്ങൾ പക്ഷെ അറിയുമ്പോഴത്തേക്ക് ആ പല്ല് വലിയ കേടായി കാണും, വേദനയായി കാണും. ഇതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ 8 വയസ്സിനുള്ളിൽ അവരുടെ 80% ബ്രെയിൻ ഡെവലപ്മെന്റും സാധിക്കും. അപ്പോൾ ബ്രെയിൻ ഡെവലപ്മെന്റിന് നന്നായിട്ട് ഫുഡ് കഴിക്കണം. നന്നായിട്ട് ഫുഡ് കഴിച്ചാൽ മാത്രമേ ചവച്ചരിച്ച് തിന്നാൽ മാത്രമേ ബ്രെയിൻ ഡെവലപ്മെന്റ് നന്നായിട്ട് ഫോം ചെയ്യുള്ളൂ. ആ സമയത്ത് ബ്രഷിങ് കറക്റ്റായിട്ട് ആവും, പല്ല് കേടാവാതിരിക്കുകയാണെങ്കിൽ ഇവർക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ പലപ്പോഴും പറ്റുന്ന നിങ്ങൾ ഒത്തിരി നിർബന്ധിക്കേണ്ടി വരും ഫുഡ് കഴിക്കാൻ. ആ ഒരു വശം ചവയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും നൈറ്റ് ബ്രഷിങ്ങും നിങ്ങൾ 3 മന്ത്സിലുള്ള നിങ്ങളുടെ ഡെന്റൽ ചെക്കപ്സും വളരെയേറെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ അഡ്വാൻസ് ട്രീറ്റ്മെന്റ്സുകൾ ഒത്തിരി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ വേദനയുള്ള പല്ലുകളാണെങ്കിൽ തന്നെ വെറുതെ പറിച്ചു കളയാതെ റൂട്ട് കനാൽ ചെയ്ത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതിന് ക്രൗൺ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് സ്പേസ് മെയിൻറ്റെനൻസ് യൂസ് ചെയ്യാൻ എന്തെങ്കിലും പറിച്ചു കളയേണ്ട വന്നു കഴിഞ്ഞാൽ തന്നെ. ഇത് തന്നെ നിങ്ങൾക്ക് നൈറ്റ് ബ്രഷ് ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും ഒരു 7 മണിക്ക് ശേഷം നിങ്ങളെ കുട്ടികളെ, പ്രത്യേകിച്ച് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ബ്രഷ് ചെയ്യിക്കാനായിട്ട് നിർബന്ധിക്കരുത്. 7 മണിക്ക് മുമ്പ് തന്നെ ബ്രഷ് ചെയ്യിപ്പിക്കുക. അവര് ഏറ്റവും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ബ്രഷ് ചെയ്യിക്കുക. അപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇവരിലുള്ള ഇമ്മ്യൂണിറ്റി വളരെയധികം കൂടും. കാരണം നന്നായിട്ട് ഫുഡ് ചവച്ച് തിന്നാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് നിങ്ങളുടെ ബാക്കിയുള്ള എപ്പോഴും വരുന്ന പനികളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ മിനിമമായിട്ട് ഇത് ചെയ്യും. അപ്പോൾ ഈ റെഗുലർ ചെക്കപ്പ് ഇനിയൊരു കാര്യം നിങ്ങളെ ഏൽപ്പിക്കും. കുട്ടികളിലുള്ള ഹാബിറ്റ്, എന്തെങ്കിലും ചീത്ത ശീലങ്ങളോ കുടിക്കുന്ന അങ്ങനെയുള്ള വിരലിൽ ചപ്പുന്നത്, വായിക്കൂടെ ബ്രീത്ത് ചെയ്യുന്നതൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാനും നമുക്കത് ഒഴിവാക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ നല്ല പല്ലുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട, നല്ല പല്ലുണ്ടെങ്കിൽ നല്ല ചിരിക്കാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അത് തന്നെ അവരുടെ സോഷ്യൽ ബിഹേവിയർ, സോഷ്യൽ മിംഗ്ലിങ് അവരെ വളരെ കൂട്ടും. അത് തന്നെ സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ അവർക്ക് കൂടുതൽ കയറാനായിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് നോക്കാനായിട്ട് once in 3 months ഒരു ഡെന്റൽ ചെക്കപ്പ് എപ്പോഴും നടത്തുക 10 വയസ്സ് വരെ. താങ്ക് യു.